രാഹുലെ, നമ്മുടെ ആഭ്യന്തരം ഇത്രയും നാൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വകുപ്പാണ്. അതിൻ്റെതായിട്ടുള്ള സകല പോരായ്മകളും ആ വകുപ്പിനുണ്ട് താനും. കേരള പോലീസ് ഏറ്റവും വലിയ നാണക്കേടിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന 10 വർഷങ്ങളാണ് നമ്മൾ കടന്നുപോയത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് കേട്ടുകേൾവികൾ. ഉറപ്പായിട്ടില്ല. അങ്ങനെ അദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പരിഷ്കരണങ്ങളാവും ഈ ആഭ്യന്തര വകുപ്പിൽ വരാൻ പോകുന്നത്, പ്രത്യേകിച്ചും കേരള പോലീസ്? അല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ആകാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിസഭ ഇന്നും ഇന്നാളെയുമായിട്ട് ഉറപ്പായിട്ടും തീരുമാനമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇവർ ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴേക്കും കൃത്യമായിട്ട് എല്ലാ വകുപ്പുകളും ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തല ആയിരിക്കാം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് ആഭ്യന്തര വകുപ്പ് കൃത്യമായിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്. കാരണം ഒരു മുഖ്യമന്ത്രി കസാരയും ആഭ്യന്തര വകുപ്പും രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു വകുപ്പ് തന്നെ ഒരാൾക്ക് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമയത്താണ് മുഖ്യമന്ത്രി തന്നെ എല്ലാ വകുപ്പുകളും ഞാൻ തന്നെ ചെയ്തോളാം, വേറെ ആരും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാവരെയും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് സംവിധാനത്തിൽ തന്നെ വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ പോലീസ് സേനയിൽ ഉണ്ടായി. ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാഴ്ത്തുപാട്ട് സംഘങ്ങളായിട്ട് കേരള പോലീസ് മാറുന്നത് നമ്മൾ കണ്ടത്. മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുണ്ടാ സംഘങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും നല്ലത്. അതെ, ഗുണ്ടാ സംഘങ്ങൾ ഇപ്പോ നമ്മൾ കണ്ടതാണ്. ഷാഫി പറമ്പിലിനെ അടിക്കുന്ന പോലീസുകാരെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ചോരയൊലിപ്പിച്ച് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പോലീസുകാരൻ ആരാണ്. അപ്പൊ അത് അന്വേഷിച്ച് പോയപ്പോഴാണ് പോലീസിൽ നിന്നും പുറത്താക്കിയ ഒരാളാണ് എന്നുള്ള വാർത്തകൾ വരുന്നു. പിന്നീടാണ് മനസ്സിലാക്കിയത് പുറത്താക്കിയിട്ട് വീണ്ടും തിരിച്ചെടുത്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പിണറായി വിജയന് വേണ്ടിയിട്ട് ഗുണ്ടാപ്പണി ചെയ്യുന്ന ആളുകൾ ഗുണ്ടാ ലിസ്റ്റിലായി കഴിയുമ്പോഴും പുറത്താക്കുന്ന സാഹചര്യം വരുമ്പോഴും പിന്നെയും അവരെ സംരക്ഷിച്ചു നിർത്തുന്ന രീതി നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും ഈ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആകുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രിയാകാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എനിക്ക് പൊതുവെ ഉള്ള ഒരു സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2014 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം 2014, 15, 16 കാലഘട്ടങ്ങളിൽ ആഭ്യന്തരമന്ത്രി ഇരുന്നിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു തോന്നൽ. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അത്രത്തോളം കഴിവുള്ള ഒരാളാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് വലിയ രീതിയിലുള്ള പദ്ധതികൾ. ഇപ്പോ നമുക്കറിയാം കുബേര എന്ന് പറയുന്ന പദ്ധതി. ഇവിടെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഈ ലോണുകൾ എടുത്തിട്ട്, ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുത്തിട്ട് വലിയ രീതിയിൽ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. പണ്ട് ലോണിന് പകരം വട്ടിപ്പലിശയായിരുന്നു. വട്ടിപ്പലിശ വലിയ പലിശയ്ക്ക് കൊടുത്ത് പലിശ കയറി മുടിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ കുബേര എന്നുള്ള രീതിയിൽ വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഈ കള്ളപ്പണം പിടിക്കാനും മറ്റു കാര്യങ്ങളുമായിട്ട് അത് വലിയ വിജയകരമായിട്ടുള്ളൊരു പദ്ധതിയായിരുന്നു. ഈ രമേശ് ചെന്നിത്തലയുടെ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ CCTV അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാമറകളുടെ ഒരു കാലഘട്ടം വരുന്ന അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം. പിങ്ക് പോലീസ് തന്നെ അത് ആ കാലഘട്ടത്തിലായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രക്ചറുകളും ഉണ്ടാക്കി. പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, കാപ്പ. അല്ല, അതിലേക്ക് വരാം. പിങ്ക് പോലീസ് ആണെങ്കിൽ പോലും അത് ഇപ്പോ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ട് എപ്പോഴും നമുക്കറിയാം രാത്രി കാലങ്ങളിൽ പോലും സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോ രാത്രിയിൽ ഒരു റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് പിങ്ക് പോലീസ് എപ്പോഴും റോഡിന്റെ തെരുവുകളിൽ കാണും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ആർക്കെങ്കിലും എതിരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ഓടിച്ചെല്ലാൻ ഒരു പിങ്ക് പോലീസ് സംവിധാനം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതെല്ലാം വലിയ രീതിയിൽ ഇന്നും അത് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതികൾ തന്നെയാണ്. അതെല്ലാം വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതികളാണ്. അപ്പൊ അതേപോലെ തന്നെ കാപ്പയിലേക്ക് വരികയാണെങ്കിൽ കാപ്പ ചുമത്തിയ ആളുകളെ നാട് കടത്തുന്ന ഒരു അവസ്ഥ. അതെ, ഗുണ്ടാ സംഘങ്ങളെ പൂട്ടാൻ വേണ്ടിയിട്ട് കാപ്പ സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു. അതൊക്കെ വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സമൂഹത്തിന് വേണ്ടുന്ന വലിയ പദ്ധതികളായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈ ഡിജിറ്റൽ പരാതി, അതായത് ഈ എന്താ പറയുന്ന ഗവേൺ എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നിരുന്നു. അതായത് ഡിജിറ്റൽ ആയിട്ട് നമുക്ക് പരാതി, അതായത് പഴയ കാലങ്ങളിൽ നേരെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ ചെല്ലുക, പരാതി എഴുതി കൊടുക്കുക. ഇന്ന് അതിന് പകരമായിട്ട് പോലീസിന്റെ ആപ്പുകൾ, പൊല്ലാപ്പുകളുള്ള ആപ്പുകളൊക്കെ ഉപയോഗിച്ച് പോലീസിൽ ഡയറക്റ്റ് ആയിട്ട് പരാതി കൊടുക്കാം. അദ്ദേഹം മാറ്റിക്കളഞ്ഞു. തീർച്ചയായിട്ടും ഒരു നമുക്കറിയാം ജനമൈത്രി പോലീസ്. അപ്പോ ആ രീതിയിലേക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റിയത് ആർക്കും ചെന്ന് പരാതി കൊടുക്കാനും ഏതൊരു സാധാരണക്കാരനും ചെന്ന് കയറാൻ കഴിയുന്ന ഒരു ഇടമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി എന്നൊരു യാഥാർത്ഥ്യമാണ് ഇന്ന്. പക്ഷെ അതെല്ലാം മാറി.
10 വർഷം. ഒരു സാധാരണപ്പെട്ട ഒരാൾ പോയി കഴിഞ്ഞാൽ അവനെ തിരിഞ്ഞു നോക്കത്തില്ല. പണവും പ്രശസ്തിയും ഉള്ളവർക്ക് മാത്രം നീതി നടപ്പാക്കുന്ന ഒരു സംവിധാനമായിട്ട് കേരള പോലീസ്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില ആളുകളെങ്കിലും മാറിയിട്ടുണ്ട്. ഞാൻ പല ആളുകളും കണ്ടിട്ടുണ്ട്. സാധാരണപ്പെട്ട അമ്മമാര് ചെറിയ പരാതികളുമായിട്ടൊക്കെ വരുമ്പോൾ അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ അവരെയാണ് ആദ്യം കണ്ട് അവരുടെ പ്രശ്നങ്ങളൊന്ന് കേട്ടാൽ മതി. ഈ സാധാരണപ്പെട്ട അമ്മമാർക്ക് അവരുടെ പ്രശ്നങ്ങളൊന്ന് കേട്ടാൽ മതി. അപ്പോൾ ആ പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞ് അവർക്കൊരു ആശ്വാസം കൊടുത്താൽ മതി. അതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ഇത് അവരിങ്ങനെ കാത്തു കെട്ടി, ഇവർക്കറിയില്ല പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെ നോക്കും. അപ്പൊ എല്ലാ പോലീസുകാരും എന്താ വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കും. അപ്പൊ ഒരു കാര്യം ആ പോലീസുകാരെന്ന് മൊത്തം പറയും. എന്നാലും അടുത്ത പോലീസുകാരൻ വന്നിട്ട് വീണ്ടും ചോദിക്കും. ഇവർ അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് അവസാനം ആരെങ്കിലും വന്നിട്ട് എന്നാ പരാതി എന്നിട്ട് എന്ന് പറയുന്ന രീതിയിലേക്ക്. അപ്പൊ ഇതെല്ലാം മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. സാധാരണപ്പെട്ട ഒരാൾക്ക് പെട്ടെന്ന് കയറി ചെന്ന് പരാതി പറയാൻ കഴിയുന്ന ഒരു ഇടമായിട്ട് പോലീസ് സ്റ്റേഷൻ മാറണം. പോലീസ് സ്റ്റേഷനിലേക്ക് പരാതികൾ വരണമെന്നല്ല, ഇപ്പൊ പരാതികളില്ലാത്ത പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുക, അതാണല്ലോ നമ്മുടെ എല്ലാം ആവശ്യം. പോലീസ് ഉണ്ട് എന്നുള്ള ധൈര്യം ഇപ്പൊ എനിക്കാണെങ്കിലും പ്രശാന്തിനാണെങ്കിലും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതിന്റെ ഉറപ്പെന്താണ്? പോലീസ് ഉണ്ട്, ചോദിക്കാനും പറയാനും ആളുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ എനിക്ക് എന്റെ ഭാഗത്താണ് നീതിയെങ്കിൽ, എന്റെ ഭാഗത്താണ് സത്യമെങ്കിൽ എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് വിളിച്ചു വരുത്താൻ കഴിയുന്ന ആരെയാണ്? പോലീസിനെയാണ്, കേരള പോലീസിനെയാണ്. ആ ഒരു അഭിമാനമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോ ഞാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു, എന്റെ ഭാഗത്താണ് തെറ്റ്, എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് കേരള പോലീസ് മാത്രമാണ്. നിയമം കയ്യിലെടുക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് 10 ഗുണ്ടകളെ വിളിച്ചിട്ട് എന്റെ ഭാഗത്താണ് നീതി എന്ന് പറഞ്ഞ് അവരെ അടിക്കാനും കഴിയില്ലല്ലോ. നിയമ സംവിധാനമുണ്ട്. അപ്പൊ എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ അത് വന്ന് കണ്ട് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്ത് പോകേണ്ടത് കേരള പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോ കേരള പോലീസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് തന്നെ പല കേരള പോലീസിലുള്ള ആളുകളും മറന്നുപോയി അവർ എന്തിനു വേണ്ടിയിട്ടാണ് അവർ പോലീസിൽ ജോലി ചെയ്യുന്നത്. അല്ല, അവർ മറന്നുപോയി. സാധാരണപ്പെട്ട മനുഷ്യരുടെ ആത്മാഭിമാനം കൂടി സംരക്ഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ഈ സ്ഥാവര ജംഗമ വസ്തുക്കൾ സംരക്ഷിക്കുക മാത്രമല്ല, ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ കൂടെ സംരക്ഷിക്കേണ്ടത് അത് പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ സർക്കിളിലുള്ള, നിങ്ങളുടെ സംവിധാനത്തിന് കീഴിലുള്ള എല്ലാ പൊതുജനങ്ങളുടെയും ആത്മാഭിമാനം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് കേരള പോലീസ് മറന്നുപോയി. ഇന്നും സാറേ സാറേ എന്ന് വിളിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ തിരിച്ച് ചീത്ത വിളിക്കുന്ന പോലീസുകാർ എത്രയോ പോലീസുകാരുണ്ടെന്ന് അറിയാമോ? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ചെവിക്കുറ്റി കടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും വളരെ മോശമായിട്ട് പെരുമാറുന്ന പോലീസ്. അങ്ങനെയല്ല. പോലീസുകാർക്ക് റെസ്പെക്ട് വരണമെങ്കിൽ പോലീസുകാർ തിരിച്ച് റെസ്പെക്ട് ചെയ്യണം. പോലീസുകാർ ജനസേവകരാണ് എന്നുള്ള കാര്യം പൊതുജനങ്ങളെ ഭേദ്യം പറയുവാനോ അവരെ മർദ്ദിക്കുവാനോ പാടില്ല എന്നുള്ള സർക്കുലർ ഇറങ്ങിയിട്ടും അതൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എത്ര കാലമായി ഈ പോലീസുകാർ എപ്പോഴും ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ്, ബാക്കിയുള്ളവരെല്ലാം ഞങ്ങളുടെ കീഴിൽ മാത്രമാണ്. അങ്ങനെയൊന്നും അല്ല. ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സംരക്ഷണ മനോഭാവം ജനങ്ങൾക്ക് വരണം. എന്നെ സംരക്ഷിക്കാനുള്ള ആളാണ് കേരള പോലീസ്. കേരള പോലീസിന്റെ അല്ലെങ്കിൽ കേരള പോലീസ് ഇപ്പൊ SFIക്കാരുടെ ഇന്ന് തെരുവിൽ നിന്ന് മടി വാങ്ങിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, ആ രീതിയിലേക്ക് തരം താഴേണ്ടി വരും. ഇപ്പൊ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഏറാൻ മൂളികളായിട്ട് നിൽക്കുമ്പോൾ ആ പാർട്ടിക്കാർ വന്ന് തന്നെ നീ ഏതാടാ മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടും, അല്ലെങ്കിൽ അടിച്ചോടിക്കുന്ന സാഹചര്യം. കേരള പോലീസിനെ ഇവിടുത്തെ SFIക്കാർ അടിച്ചോടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടില്ലേ? ഇപ്പോ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് SFIക്കാർ ആരോ തല്ലി എന്ന് പറഞ്ഞുകൊണ്ട് മാളിൽ അദ്ദേഹം ഫാമിലി ആയിട്ട് പോകുമ്പോ ഇടിച്ചു കൂട്ടിക്കളഞ്ഞു, അദ്ദേഹത്തിന് ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്നിട്ട് ഏതെങ്കിലും പോലീസുകാരൻ ചോദിക്കാൻ വന്നോ? അയാൾക്ക് നടപടി എടുത്തു. പോലീസ് ഇടി കൊണ്ട പോലീസുകാർ. അതാ പറഞ്ഞത്, ഏതെങ്കിലും പോലീസുകാർ അത് ചോദിക്കാൻ വേണ്ടി വന്നോ? 1-2 പോലീസുകാർ പറഞ്ഞു. ഇത് സ്ഥിരമായപ്പോ, സ്ഥിരം തല്ലുകൊള്ളിയായി പോലീസ് മാറിയപ്പോ പോലീസ് പറഞ്ഞു ഇത് കഴിയില്ല, ഞങ്ങളെ ജനങ്ങൾ അടിച്ചോടിക്കുന്ന സാഹചര്യം ഉണ്ടായി, ഞങ്ങൾ ഇറങ്ങൂളികളല്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മൃദുഭാവ ദൃഢഗാത്ര എന്നുള്ള പോലീസിന്റെ ആ ഒരു സംഭവം ഇനിയെങ്കിലും ശക്തമായി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? രമേശ് ചെന്നിത്തലയുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രകടനങ്ങൾ അനുസരിച്ച്, അന്ന് അദ്ദേഹം പഠിച്ചതനുസരിച്ച് ഇന്ന് അദ്ദേഹത്തിന് ഇത് വൃത്തിയായി കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ പെർഫോമൻസ് എടുത്തു നോക്കി കഴിഞ്ഞാൽ പോലീസിനെ ഇത്ര കണ്ടധികം മാറ്റിയെടുത്തിട്ടുള്ളത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു നേതാവാണ്. ആ നേതാവിന്റെ കാലഘട്ടത്തിലാണ്. ഇന്ന് രമേശ് ചെന്നിത്തല അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് പോലീസുകാർക്കിടയിലെ രാഷ്ട്രീയ അതിപ്രസരമാണ്. അത് വലിയ തോതിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ 10 കൊല്ലക്കാലമായിട്ട്
പോലീസിൽ നടന്നുള്ള റിക്രൂട്ട്മെന്റ് ആണെങ്കിലും പോലീസിലെ സംഘടനാ സംവിധാനങ്ങളാണെങ്കിൽ പോലും ഇതെല്ലാം CPM അടിയറവ് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴാണ് പോലീസുകാരെല്ലാം ഒന്ന് ഉണർന്നത്. ഒന്ന് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചു കാണുന്ന പോലീസുകാരെ നമ്മൾ ഇന്നാണ്. ഈ മുഖ്യമന്ത്രിയോട് പോലും ഒന്ന് ചിരിച്ചു കടിച്ച് നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ ചിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരള പോലീസ് ഉണ്ടെങ്കിൽ അവർക്ക് അത് തന്നെയാണ്, ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രി വന്നു എന്നുള്ളൊരു വിശ്വാസമാണ് കേരള പോലീസിനുള്ളത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇനി രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയി വരുമ്പോൾ നമ്മൾ കേരളത്തിൽ കാണാൻ പോകുന്നത് പോലീസിലെ പുതിയ കാല ഒരു സാഹചര്യമായിരിക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ പെർഫോമൻസും, ഇപ്പോൾ കുബേര പോലുള്ള അല്ലെങ്കിൽ കാപ്പ, പോലീസ് ജനങ്ങളുടെ കാവൽക്കാരാണ് എന്ന് ഉറപ്പിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലം. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു രണ്ട് വലിയ, ഒന്ന് ബാർക്കോഴ വിവാദമുണ്ടായതും അതേപോലെ തന്നെ നമ്മൾ ജിഷ കൊലപാതകം, ഇത്തരത്തിലുള്ള കേരളത്തെ നടിക്കുക വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ഇതെല്ലാം എങ്ങനെയാണ് നമ്മൾ നേരിട്ടത്? അതിനുശേഷമാണെങ്കിൽ പോലും പിന്നീട് ഉണ്ടായിട്ടുള്ളത്, ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് കിട്ടുന്ന കേരള പോലീസ് ഉണ്ടല്ലോ, അന്ന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കേരള പോലീസ് സംവിധാനങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഈ കാപ്പ സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു സാധനമാണ്. ഇപ്പോഴും ഇത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ട് കാപ്പ കേസ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ ഈ 10 കൊല്ലക്കാലം കൊണ്ട് രാഷ്ട്രീയപരമായിട്ട് എത്ര കേസുകൾ എടുത്തു. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പേരിൽ എത്ര സമരങ്ങളാണ് എടുത്തത്. പിണറായി വിജയൻ പറയുന്നിടത്ത് നിൽക്കുന്ന പോലീസ് മാത്രമായിട്ട് മാറുന്ന സാഹചര്യത്തിലും എന്താണെങ്കിലും ഒരു മാറ്റമുണ്ടാകും. ഇത് പോലീസിന് ഒരു മോക്ഷമാണ്.